നാലാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം ആലമുൽ അൽആബ്, കളികളുടെ ലോകം. കളികളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ, ഈ യൂണിറ്റിൽ പറയുന്നത് അല്ലേ. ഈ നാലാമത്തെ യൂണിറ്റിൽ മുഴുവൻ കളികളാണ്. ആദ്യം നമ്മൾ ഖുറത്തുൽ ഖദം പഠിച്ചു കഴിഞ്ഞ പാഠത്തിൽ. ഈ പാഠത്തിൽ എന്താണുള്ളത്? ആലമുൽ അൽആബ്, കളികളുടെ ലോകം. ആലം എന്ന് പറഞ്ഞാൽ ലോകം, അൽആബ് കളികൾ, കളികളുടെ ലോകം. ഇവിടെ കുറേ ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ, നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രത്തിനടിയിൽ എഴുതിയിരിക്കുന്നത് യുഷാഹിദുൽ വലതു ലഅബ ഖുറത്തിൽ ഖദം, കുട്ടി ഫുട്ബോൾ കളി കാണുന്നു. ഇവിടെ കുട്ടി ടി വിയിൽ കളി കാണുകയാണല്ലേ. എന്ത് കളിയാണ് കാണുന്നത്? ഫുട്ബോൾ കളിയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ കാണുന്നു എന്നുള്ളതിന് യുഷാഹിദു എന്നാ പറയുക. എന്ത് പറയും? യുഷാഹിദു, കാണുന്നു. യുഷാഹിദുൽ വലതു, കുട്ടി കാണുന്നു. ലഅബ, കളി, ലഅബ് കളി. അപ്പോൾ യുഷാഹിദുൽ വലതു ലഅബ, കുട്ടി കളി കാണുന്നു. ഏത് കളി? ഖുറത്തിൽ ഖദം, ഫുട്ബോൾ കളി. യുഷാഹിദുൽ വലതു ലഅബ ഖുറത്തിൽ ഖദം, കുട്ടി ഫുട്ബോൾ കളി കാണുന്നു. അടുത്തത് തൽഅബുൽ ബനാത്തു ക്രിക്കറ്റ്. അത് ക്രിക്കറ്റ്, ക്രിക്കാത്ത് എന്നാണ് എഴുതിയത്. ക്രിക്കറ്റ് എന്ന് വായിച്ചു. പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. തൽഅബു എന്നാൽ കളിക്കുന്നു. അൽ ബനാത്തു, പെൺകുട്ടികൾ. ക്രിക്കറ്റ്, പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചിത്രം. ഫാസൽ ഫരീഖുൽ ഹിന്ദിയു ഫിൽ ഹോക്കി, ഇന്ത്യൻ ടീം ഹോക്കിയിൽ വിജയിച്ചു. ഫാസ എന്നാൽ വിജയിച്ചു. അൽ ഫരീഖു, ടീം. ഫരീഖ് എന്താണ്? ടീം, കളിയുടെ ടീം ഉണ്ടാവും അല്ലേ. അൽ ഫരീഖുൽ ഹിന്ദിയു, ഇന്ത്യൻ ടീം. ഫാസ വിജയിച്ചു. ഫാസൽ ഫരീഖു, ടീം വിജയിച്ചു. ഏത് ടീം? അൽ ഫരീഖുൽ ഹിന്ദിയു, ഇന്ത്യൻ ടീം, ഇന്ത്യയുടെ ടീം. ഏത് കളിയിലാണ് വിജയിച്ചത്? ഫിൽ ഹോക്കി, ഹോക്കി കളിയിൽ. അപ്പോൾ ഇന്ത്യ, ഓരോ രാജ്യത്തിനും ഓരോ കളിക്ക് ടീം ഉണ്ടാവും അല്ലേ. ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമുണ്ട്, ഇന്ത്യയുടെ ഹോക്കി ടീമുണ്ട്, ഫുട്ബോൾ ടീമുണ്ട്, അങ്ങനെ പല ടീമുകളുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ടീം ഹോക്കി കളിയിൽ വിജയിച്ചു. ഇനി യൽഅബുൽ ഔലാദു ഖുറത്തത്വാഇറത്തി, കുട്ടികൾ, ആൺകുട്ടികൾ വോളിബോൾ കളിക്കുന്നു. യൽഅബു കളിക്കുന്നു, അൽ ഔലാദു ആൺകുട്ടികൾ, ഖുറത്തത്വാഇറ വോളിബോൾ. ഇവിടെ തൽഅബുൽ ബനാത്തു ക്രിക്കറ്റ്, പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. പെൺകുട്ടി ആയതുകൊണ്ടാണ്, പെൺകുട്ടികളായതുകൊണ്ട് താ പറഞ്ഞത്, തൽഅബു പറഞ്ഞത്. ആൺകുട്ടി ആയതുകൊണ്ട് യാ പറഞ്ഞു, യൽഅബു പറഞ്ഞു. ആൺകുട്ടിയുടെ അല്ലെങ്കിൽ ആണിൻ്റെ കൂടെ യാ എന്നും പെണ്ണിൻ്റെ കൂടെ താ എന്നുമാണ് ഉണ്ടാവുക ഫേല് പറയുമ്പോൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നു എന്ന് പറഞ്ഞിരുന്നു അല്ലേ. നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയാൻ നു ആണ് പറയുക, അല്ലെങ്കിൽ നാ ആണ് പറയുക അല്ലേ. നദ്ഹബു, നഖറഉ എന്ന് പറയുന്നു. അതേപോലെ നദ്ഹബു, നാ പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നർത്ഥം കിട്ടും, ആണായാലും പെണ്ണായാലും ഒക്കെ. എന്നാൽ താ വന്നാൽ പെണ്ണിൻ്റെ കൂടെ, പെൺകുട്ടികളുടെ കൂടെയാണ് താ വരിക. ആണിൻ്റെ കൂടെ, ആൺകുട്ടികളുടെ കൂടെയാണ് യാ വരിക. ഓക്കെ, യൽഅബു ആൺകുട്ടികൾ കളിക്കുന്നു. അടുത്തത് യൽഅബു ഷാജി വ റാഷിദുൻ അരീശത്വാഇറ, ഷാജിയും റാഷിദും ഷട്ടിൽ കളിക്കുന്നു. യൽഅബു കളിക്കുന്നു, ഷാജി വ റാഷിദ്, ഷാജിയും റാഷിദും അരീശത്വാഇറ ഷട്ടിൽ. ഓക്കെ, ഇനി നളഉ ഫി മക്കാനി ഖുറത്തിൽ ഖദം അൽ അൽആബൽ മുനാസിബത വനുൻഷിദു, ഈ കവിതയിലെ ഖുറത്തുൽ ഖദം എന്ന് ചുവന്ന നിറത്ത് കാണുന്നില്ലേ, ആ ഖുറത്തുൽ ഖദം എന്ന ഭാഗത്ത് മറ്റ് കളികളുടെ പേര് വെക്കാം. എവിടെ? ഇവിടെ. ഈ കവിത അതേ രൂപത്തിൽ നമ്മൾ താഴെ ഇവിടെ എഴുതണം. പക്ഷേ മാറ്റേണ്ടത് എന്താണ്? ചുവന്ന നിറത്തിൽ ഖുറത്തുൽ ഖദം എന്ന് കാണുന്നിടത്ത് ഖുറത്തുൽ ഖദം എന്ന് മാറ്റിയിട്ട് ഇവിടെ കാണുന്ന ഒരു ചിത്രമില്ലേ, ഇതേ കളിയുടെ ചിത്രമാണ് കാണുന്നത്, വോളിബോളിൻ്റെതാണ് അല്ലേ. അപ്പോൾ വോളിബോളിൻ്റെ പേരാണ് അവിടെ വെക്കേണ്ടത്. ഇനി താഴെ ഒന്നുകൂടി എഴുതണം. ആ കവിത അതേ രൂപത്തിൽ എഴുതുക. ഖുറത്തുൽ ഖദം എന്നിടത്ത് ഈ ബാസ്കറ്റ് ബോളിൻ്റെ പേര് വെക്കുക. അപ്പം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. യാ അസ്ഹാബി ഹയ്യാ നദ്ഹബ്, ആദ്യം നമുക്കിത് പാടി നോക്കാം. യാ അസ്ഹാബി ഹയ്യാ നദ്ഹബ്, കൂട്ടുകാരെ വരൂ നമുക്ക് പോകാം. നംലി ദൗമൻ നഹവൽ മൽഅബ്, നമുക്ക് എപ്പോഴും കളിക്കളത്തിലേക്ക് പോകാം.
ഹയ്യാനൽ അബു കുറത്തുൽ കദം, നമുക്ക് കുറത്തുൽ കദം ഫുട്ബോൾ കളിക്കാം. നത്തസാബക്കുലി ബുലൂഗിൽ കിമമി, ഉയരങ്ങളിലെത്താൻ വേണ്ടി നമുക്ക് മത്സരിക്കാം. ആ കവിത താഴെ എഴുതുക. യാ അസ്ഹാബി ഹയ്യാ നദ്ഹബ് നംലി ദൗമൻ നഹവൽ മലബ് ഹയ്യാനൽ അബു അൽ ഖുറത്ത ത്വായിറത്ത. അപ്പോൾ ഖുറത്തുൽ ഖദം എന്ന് മാറ്റിയിട്ട് അൽ ഖുറത്ത ത്വായിറത്ത എന്ന് വെച്ചു. നത്തസാബക്കുലി ബുലൂഗിൽ കിമമി. ഇനി അടുത്തത് ഖുറത്തു സെല്ലത്താണ് അല്ലേ. ബാസ്കറ്റ് ബോളിന് ഖുറത്തു സെല്ല എന്നാണ് പറയുക. അപ്പോൾ എന്ത് പറയണം? നേരത്തെ എഴുതിയ പോലെ എഴുതുക. അവിടെ ഖുറത്തുൽ ഖദം എന്നുള്ളിടത്ത് ഖുറത്ത സെല്ല എന്ന് വെക്കുക. ഓക്കെ. ഇനി നുലാഹിദു അനസിലു, നമുക്ക് യോജിപ്പിക്കാം. ആദ്യം നോക്കുക, എന്നിട്ട് യോജിപ്പിക്കുക. ആദ്യം കാണുന്നത് ക്രിക്കറ്റ് ബാറ്റും ബോളും ഒക്കെയാണ് അല്ലേ. പിന്നെ ഫുട്ബോൾ ഉണ്ട്, പിന്നെ ഷട്ടിലുണ്ട്, അവസാനം വോളിബോൾ ഉണ്ട്. വോളിബോളിൻ്റെ നേരെ വരച്ചിരിക്കുന്നത് വോളിബോൾ കോർട്ടിന് നേരെയാണ് വരച്ചിരിക്കുന്നത്. ഓരോ കളിയും കളിക്കുന്ന കളിക്കളമാണ് അതിൻ്റെ മറുവശത്തുള്ളത് അല്ലേ. അപ്പോൾ വോളിബോൾ കോർട്ട് ഏതാണ്? ഇതാണ്, ഈ മഞ്ഞ കളറുള്ളതാണ്. ഇങ്ങനെയാണ് വോളിബോൾ കോർട്ട് ഉണ്ടാകുക. അപ്പോൾ അതിന് നേരെ വരച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ എന്ത് എഴുതി? ഖുറത്തു ത്വായിറ എന്ന് എഴുതി. ഓക്കെ. ഇനി ക്രിക്കറ്റിൻ്റെ നേരെ ഏതാണ് കോർട്ട്? ക്രിക്കറ്റിൻ്റെത് ഈ വട്ടത്തിലുള്ള ഗ്രൗണ്ടാണ് ക്രിക്കറ്റിൻ്റെ കളിക്കളം അല്ലേ. അതുകൊണ്ട് ഈ സ്റ്റെമ്പിൽ നിന്നും ഇതിലേക്ക് വരക്കുക, വട്ടത്തിലുള്ള ഗ്രൗണ്ടിലേക്ക് വരക്കുക. എന്നിട്ട് ഇവിടെ എന്ത് എഴുതാം? ക്രിക്കറ്റ് എന്ന് എഴുതുക. പിന്നെ ഇത് ഖുറത്തുൽ ഖദമാണ് അല്ലേ, ഫുട്ബോൾ. അതിൻ്റെ ഗ്രൗണ്ട് ഏതാണ്? ഇതാണ് അല്ലേ, മേലെ ഉള്ളത്. അപ്പോൾ നേരെ അവിടത്തേക്ക് വരക്കുക. ഇവിടെ ഖുറത്തുൽ ഖദം എന്ന് എഴുതുക. പിന്നെ ഷട്ടിലിൻ്റെ കോർട്ടാണ് ഈ കാണുന്നത്, നീല നിറത്തിലുള്ളത്. അപ്പോൾ ഷട്ടിൽ അവിടത്തേക്ക് വരക്കുക. എന്നിട്ടോ അരീശത്തു ത്വായിറ എന്ന് എഴുതുക, ഷട്ടിൽ. ഓക്കെ. ഇനി ഇവിടെ നഫ്ഹമുൽ അദദ, നമുക്ക് എണ്ണം മനസ്സിലാക്കാം. ഇത് ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളാണ് അല്ലേ. ഇവർക്ക് ഓരോരുത്തർക്കും ജേഴ്സിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ നമുക്ക് നോക്കാം. ആദ്യം റാഷിദിന്റെ നമ്പർ എത്രയാണ്? സലാസൂന എന്ന് പറഞ്ഞാൽ 30. അടുത്തത് രാജുവിന്റെ നമ്പർ വാഹിദും വസലാസൂന 31. പിന്നെ ലബീബിന്റെ നമ്പർ എത്രയാണ്? ഇസ്നാനി വസലാസൂന, എത്രയാ? 32. പിന്നെ അൻവർ സലാസത്തും വസലാസൂന 33. ബൈജു അർബാത്തും വസലാസൂന 34. പിന്നെ കുമാർ ഹംസത്തും വസലാസൂന എന്ന് പറഞ്ഞാൽ 35. പറഞ്ഞോട്ടെ. അടുത്തത് സിനാൻ സിത്തത്തും വസലാസൂന 36. രാഹുൽ സബഅത്തും വസലാസൂന 37. സുഹൈൽ സമാനിയത്തും വസലാസൂന 38. ജമീൽ തിസ്അത്തും വസലാസൂന 39. ഓക്കെ. ഇനി ഇവരിവിടെ കളിക്കളത്തിൽ നിന്നിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയാണ് നിൽക്കുക ഫസ്റ്റ് കളി തുടങ്ങുമ്പോൾ. ഓക്കെ. ഓരോരുത്തരുടെയും നമ്പർ അവിടെ ഉണ്ട്. ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. ഇവിടെ ഗോളി നിൽക്കും. 38ാമത്തെ ആളാണ് ആര്? ഗോളി. പിന്നെ അതിൻ്റെ മുമ്പിലുള്ളത് ആരാണ്? ഡിഫൻഡേഴ്സ്. 30, 31, 39, 32 എന്ന് എഴുതിയ കളിക്കാരൊക്കെ ഡിഫൻഡേഴ്സാണ്, തടയുന്നവർ, പ്രതിരോധിക്കുന്നവർ. എതിർ ടീം ഗോൾ അടിക്കുന്നത് തടയുന്നവരാണ് അവർ. അതിൻ്റെ മുമ്പിലുള്ളവർ മിഡ്ഫീൽഡേഴ്സാണ് അല്ലേ. പിന്നെ ഏറ്റവും മുമ്പിലുള്ളവരാണ് ഫോർവേഡ്, അവരാണ് മുമ്പിലേക്ക് ഓടിപ്പോയി ഗോളടിക്കുന്നവർ. എല്ലാവരും ഗോളടിക്കും, എന്നാലും അവർക്കാണ് ഗോളടിക്കേണ്ട ചുമതല. ഇനി നഅുദ് വനക്തുബ്, നമുക്ക് എണ്ണം എഴുതാം. 31 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഇവൻ്റെ ടീഷർട്ടിൻ്റെ അടിയിലും 31 എന്നുള്ളിടത്ത് വാഹിദും വസലാസൂന എന്ന് എഴുതിയത് കാണാം. അടുത്ത ആളുടെ ടീഷർട്ടിൽ എത്രയാണ് എഴുതിയിരിക്കുന്നത്? 34. അവിടെ നമ്മൾ എന്ത് എഴുതണം? അർബഅത്തും സലാസൂന ഇവിടെ ഉണ്ട് അല്ലേ. അർബഅത്തുൻ എന്ന് എഴുതുക. പിന്നെ സിത്തത്തും സലാസൂന എന്ന് എഴുതിയിട്ടുണ്ട്. അവൻ്റെ ജേഴ്സിയിൽ അക്കം എഴുതിയിട്ടില്ല. അപ്പോൾ എത്രയാണ് എഴുതേണ്ടത്? 36 എഴുതുക. പിന്നെ 39 എന്ത് പറയും?